ആശ്വാസവും പാപപരിഹാരത്തിന്റെ സന്തോഷവും നൽകണമേ. ഭക്തന്മാരുടെ ദൈവം കൃപ ചെയ്യും. ഇന്ത്യ മാതാവ് ഈ പ്രദേശത്ത് കടന്നു വരികയും ദൈവം നൽകിയ പ്രദേശമനുസരിച്ച് കുടുംബ ജീവിതത്തിലൂടെ ഈ പ്രദേശത്തും ഈ കുടുംബത്തിനും ഇടവകയ്ക്കും സഭയ്ക്കും സമൂഹത്തിനും ഒരു വലിയ വെളിച്ചമായി ധന്യകരമായ ഒരു ജീവിതത്തിലൂടെ വലിയ സേവനവും ശുശ്രൂഷയും നൽകി ദൈവം നൽകിയ ആയുസിന്റെ അന്ത്യം വരെ ജീവിച്ചു. കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ഒക്കെ ഏറെ പ്രവർത്തിച്ചു, പ്രാർത്ഥിച്ചു. വലിയ അടിയുറച്ച വിശ്വാസത്തിലൂടെ ജീവിതത്തിന്റെ ഏത് അനുഭവത്തിലും നിലനിൽക്കാൻ തക്കവണ്ണം കുടുംബത്തിലുള്ളവരെയും മക്കളെയും മറ്റുള്ളവരെയും ഒക്കെ അതിനുവേണ്ടി പ്രാപ്തരാകത്തക്ക രീതിയിൽ പ്രവർത്തിച്ചു.
എനിക്ക് മക്കളെയൊക്കെ അറിയാം. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീടിനടുത്താണ് പ്രിയപ്പെട്ട പിന്നശ്ശേരി സാറിൻ്റെ പ്രിയപ്പെട്ട പത്നി കുടുംബപരമായി നിങ്ങളുടെ ഇടപെടുകയും ഞങ്ങൾക്ക് ആ ദേശത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മാതാവിൻ്റെ വലിയ ഗുണം അവളിലൂടെ ഞങ്ങളുടെ പ്രദേശത്ത് ലഭിച്ചത്. മറ്റുള്ളവരെ കരുതുക, സ്നേഹത്തോടെ ഇടപെടുക, ബന്ധങ്ങളിൽ ഊഷ്മളപ്പെടുത്തി ഞങ്ങളുടെ ആ പ്രദേശത്ത് നല്ല വളരെ കരുതലോടെയും സ്നേഹത്തോടെയും പെരുമാറുന്ന ഒരു മകളായി ആ പ്രദേശം ജീവിക്കാൻ പ്രിയപ്പെട്ട സഹോദരിക്ക് കഴിയും. വേർപാട് ഏത് പ്രായത്തിലായാലും അത് ദുഃഖമുളവാക്കുന്നതാണ്. ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്, 100 വയസ്സ് കഴിഞ്ഞ് ആരെങ്കിലും മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടിയാൽ മതി, അതിലെന്തിനാ ദുഃഖിക്കുന്നതെന്ന്. എന്നാൽ അതല്ല, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ളതായ ബന്ധമെന്ന് പറയുന്നത് ഒരിക്കലും അകലുവാൻ കഴിയുന്നതല്ല. സ്നേഹബന്ധങ്ങൾ കൂട്ടി ഉറപ്പിക്കുവാൻ കഴിയുന്ന ബന്ധമാണ് ഒരു മനുഷ്യനും വേറൊരു മനുഷ്യനും തമ്മിലുള്ളത്. അപ്രകാരം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഈ പ്രിയപ്പെട്ട മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത് 74-ാമത്തെ വയസ്സിലാണെങ്കിൽ തന്നെയും മക്കൾക്ക്, ബന്ധുമിത്രാദികൾക്ക്, മരുമക്കൾക്ക്, കൊച്ചുമക്കൾക്ക്, അങ്ങനെ എല്ലാവർക്കും ഈ മാതാവിന്റെ വേർപാടിൽ ദുഃഖമുണ്ടെന്നുള്ള കാര്യത്തില് യാതൊരു സംശയവുമില്ല. ആ ദുഃഖം രേഖപ്പെടുത്തുന്നതിനാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തില് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാല് അവിടെ എന്താണ് പറയുന്നത്? ഒരു മനുഷ്യന്റെ ആയുസിന്റെ ദൈർഘ്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പരമാവധി അവൻ 120 വയസ്സ് വരെ ജീവിച്ചിരിക്കും. 120 വയസ്സ് വരെ അവൻ ജീവിച്ചിരിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പ്രിയമുള്ളവരെ, പരമാവധി ഒരു മനുഷ്യന്റെ ആയുസിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 120 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതും ഭേദിച്ചുകൊണ്ട് റാന്നിയിലുള്ള ഒരു സ്ത്രീ 126-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞത് എന്തിനാണ്? പ്രിയമുള്ളവരെ, വേർപാട് ദുഃഖം ഉളവാക്കുന്നതാണ്. അതിന് പ്രായ വ്യത്യാസമില്ല. ഒരു ദിവസം പ്രായമായ ഒരു കുഞ്ഞ് അമ്മ 10 മാസം ഉദരത്തിൽ കൊണ്ട് നടന്നു, വളരെ വളരെ ഭാരപ്പെട്ട് പ്രസവിച്ചു. ഒരു ദിവസം മാത്രമേ പ്രായമുള്ളൂ. ആ കുഞ്ഞ് മരിച്ചാൽ അമ്മയ്ക്ക് ദുഃഖമില്ലേ? പെറ്റതമ്മയ്ക്ക് ദുഃഖമുണ്ട്. പെറ്റതമ്മയ്ക്ക് തന്നെയല്ല, ഇതിന്റെ അപ്പനും ദുഃഖമുണ്ട്. അപ്പോൾ മനുഷ്യന്റെ കണ്ണിൽ കണ്ണുനീരുണ്ടെങ്കിൽ നമുക്ക് ദുഃഖിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. അതുപോലെ ഈ പ്രിയപ്പെട്ട മാതാവിന്റെ വേർപാടിലുള്ള ദുഃഖം രേഖപ്പെടുത്തുവാനാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. മക്കൾക്ക് എത്തിപ്പെട്ടവർക്ക് അത് വഹിക്കാൻ കഴിയാത്ത ഒരു ദുഃഖത്തിന്റെ കാര്യം സകല ദുഃഖത്തെ മാറ്റി നമ്മെ ആശ്വസിപ്പിക്കുന്നു. ഒരു കർത്താവിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. സർവശക്തനായ നമ്മുടെ കർത്താവ് ദുഃഖത്തിലിരിക്കുന്നവർക്ക് ആശ്വാസം, നിരാശയിരിക്കുന്നവർക്ക് പ്രത്യാശയും തരാൻ കഴിയുന്നവനാണ്.
ഭക്തനായ യോബ് പറഞ്ഞപോലെ യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകുമെന്ന് പറഞ്ഞു. കർത്താവിൽ വലിയ പ്രായമാനായിട്ട് മാതാവിന്റെ വേർപാടിപ്പിച്ചിരിക്കുന്ന മക്കളെയും സഹോദരങ്ങളെല്ലാം ദൈവം ആശിപ്പിച്ച് ബലപ്പെടുത്തപ്പോൾ വലിയ പ്രത്യാശയോടെ ആയുസിന്റെ നാളുകളെ കഴിച്ചു കൂട്ടി. ചില നാളുകളെ അവസ്ഥകളിലൊക്കെ ഇവിടെയായും നമ്മളൊക്കെ ശുശ്രൂഷിക്കുന്നത് പോലെ ശുശ്രൂഷിക്കുവാൻ എല്ലാം കഴിവൊക്കെ അവര് ഏർപ്പെടുത്തി അതിലുപരിയായിട്ട് ക്ഷേമം അന്വേഷിച്ചു. വളരെ ആശ്വാസകരമായ നല്ല ശുശ്രൂഷകൾ ലഭിച്ച് കർത്തൃസ്ഥാനിലേക്ക് ഈ മാതാവാൻ ഉപയോഗിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് വലിയ നാളത്തെ ആത്മീയം ഭയമുണ്ട്. ഈ മാതാവും ഈ കുടുംബമായിട്ട് നമുക്ക് പല പ്രാവശ്യവും ഇവിടെ വരുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥിക്കാനൊക്കെ ദൈവമുണ്ടായിട്ടുണ്ട്. പിന്നെ ആദ്യം കുറച്ചുമൊക്കെ പ്രദേശത്തുണ്ടായിരുന്നപ്പോൾ വരികയും ആ പ്രാർത്ഥനയോ ഇവിടെയൊക്കെ നടത്തിയിട്ടുകൊണ്ട് അങ്ങനെ ആത്മീയ സന്തോഷം പങ്കുവയ്ക്കുവാനും പ്രത്യാശയോടുകൂടെ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് കർത്താവിന്റെ സന്ധ്യ ആനന്ദമായിരുന്നു. വളരെ ഒരു പ്രത്യാശയുടെ വലിയ ഓർമ്മയായിരുന്നു. എന്നാൽ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രബലം വന്നുപോകാൻ ശുദ്ധീകരണം പ്രാപിച്ച് പ്രത്യാശയോടെ അയപ്പാൻ ദൈവം ശരീരത്തിൽ ലോകം നമുക്ക് തരും. ദൈവത്തിൽ സ്തുതികളാൽ ആകാശവും ഭൂമിയെ നിറഞ്ഞിരിക്കുന്ന ബലവാനായ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണത്തിൽ രക്ഷിക്കുവാനായി ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായുള്ളവേ, അനിത്യമായ ലോകത്തിൽ നിന്റെ കരുണയുള്ള പ്രത്യാശയിൽ വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരിയായ നിർമ്മകൾക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആത്മാവിൽ പൂർണ്ണമായ ആശ്വാസം നിർമ്മകൾക്ക് നീ സൗജന്യമായി കൊടുക്കണമേ. Bye.
അനുഗ്രഹങ്ങളും മനോഗണവും യാചിക്കണം. സ്തോത്രവും പ്രഭയുമ്പോഴും ശ്രീമാഞ്ഞു പോകാത്ത നല്ല ഉന്നതവും സദായിപ്പോഴും ഇടപെടാതെ കരയേറ്റുവാനിടയങ്ങളെ യോഗ്യതയുള്ളവരായി ഭവിക്കണമേ. മരിച്ചവരെ പുനരുദ്ധാനം ചെയ്യിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ജീവനുള്ളവരുടെയും വാങ്ങിപ്പോയവരുടെയും ന്യായാധിപനും അക്ഷയവും അനശ്വരമായ ജീവിതത്തിനായി ഉളച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസരുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യം.